അമേരിക്കൻ ഭരണകൂടവും ബ്രസീൽ സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന നയതന്ത്ര അസ്വാരസ്യങ്ങൾ ഒടുവിൽ പരസ്യമായ പ്രതികാര നീക്കങ്ങളിലേക്കും വൻ രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്കും വഴിമാറിയിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ ബ്രസീലിയൻ അംബാസഡറുടെ വിസ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം താത്കാലികമായി റദ്ദാക്കിയതോടെ ഇരു വൻ ശക്തികളും തമ്മിലുള്ള ബന്ധം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തിയിട്ടുള്ളത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലൂഡി സിൽവയുടെ സർക്കാരിനെ നേരിട്ട് ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ഈ കടുത്ത നടപടി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ച നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ സ്ഥാനത്ത് നിയമിക്കാൻ ബ്രസീൽ വിസമ്മതിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇതിനുള്ള നേരിട്ടുള്ള തിരിച്ചടി എന്നോണമാണ് വാഷിംഗ്ടണിലെ ബ്രസീൽ സ്ഥാനപതിക്കെതിരെ US നീക്കം നടത്തിയത്. എന്നാൽ അംബാസഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നയതന്ത്ര ചട്ടങ്ങളും പ്രോട്ടോകോളുകളും പാലിക്കാൻ അമേരിക്ക തയ്യാറായില്ലെന്നാണ് ബ്രസീലിന്റെ വാദം. പരസ്പരമുള്ള വാഗ്ദാനങ്ങൾക്കും അപ്പുറം ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ രാഷ്ട്രീയ മേൽക്കോയ്മയെ ചൊല്ലിയുള്ള പ്രകടനമായ അധികാര മത്സരമാണ് ഈ വിസ തർക്കത്തിന് പിന്നിലുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയതന്ത്ര ഭിന്നതകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പോഴത്തെ ഈ അംബാസഡർ തർക്കം. ആഗോള രീതിയിലെ രണ്ട് പ്രമുഖ നേതാക്കളായ ട്രംപും ലുലയും തമ്മിലുള്ള ആശയപരമായ ചേരിതിരിവ് കൂടിയാണ് ഈ നയതന്ത്രത്തെ യുദ്ധത്തിലൂടെ മറന്നേക്ക് പുറത്തുവരുന്നത്. രാജ്യാന്തര വ്യാപാര നയങ്ങളിലും കസ്റ്റംസ് താരിഫുകളിലുമുള്ള കടുത്ത ഭിന്നതകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിള്ളൽ വർദ്ധിപ്പിച്ചത്. ബ്രസീലിയൻ ഉത്പന്നങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളും തീരുവയും ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ സംരക്ഷണവാദപരമായ സാമ്പത്തിക നയങ്ങൾ ബ്രസീൽ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിരുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ വ്യാപാര നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ ലുല സർക്കാർ നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ അമേരിക്ക നിരന്തരം ശ്രമിക്കുമ്പോൾ അതിന് ചേർക്കാൻ പ്രാദേശിക രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാനാണ് ലുല ശ്രമിക്കുന്നത്. ബ്രസീലിന്റെ സ്വതന്ത്ര വിദേശ നയവും റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം വാഷിംഗ്ടണിലെ ഭരണാധികാരികളിൽ വലിയ അസംതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മേഖലയിൽ അമേരിക്കയുടെ മുൻഗണനകൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ട്രംപ് ഭരണകൂടം ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും അമേരിക്ക ഇടപെടുന്നുവെന്ന ആരോപണം ബ്രസീൽ ഭരണകൂടം ദീർഘകാലമായി ഉന്നയിക്കുന്നുണ്ട്. ബ്രസീലിലെ രാഷ്ട്രീയ മാറ്റങ്ങളെയും അതോടൊപ്പം തന്നെ മുൻ ഭരണാധികാരികളെയും അനുകൂലിക്കുന്ന നിലപാടാണ് പലപ്പോഴും ട്രംപ് സ്വീകരിക്കുന്നത്. ഇത് ലുല സർക്കാരിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ബ്രസീലിയൻ മാധ്യമങ്ങളും ഭരണകൂടവും വിലയിരുത്തി. അതിനിടെ ബ്രസീൽ തങ്ങളുടെ നിർണായകമായ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ആഭ്യന്തര രാഷ്ട്രീയം അതീവ സംവേദനക്ഷമമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്ക നടത്തുന്ന ഇത്തരം നയതന്ത്ര കടന്നാക്രമണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വലിയ വിഷയമായി മാറുകയാണ്. ലുലയുടെ ഇടത് അനുകൂല രാഷ്ട്രീയത്തിന് തടയിടാനും എതിർപക്ഷത്തിന് കരുത്തു പകരാനും അമേരിക്ക ബോധപൂർവ്വം നടത്തുന്ന നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ ശക്തമാകുന്നത്. അന്താരാഷ്ട്ര വിദേശകാര്യ പ്രോട്ടോകോളുകൾ പൂർണ്ണമായും ലംഘിച്ചാണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെന്ന് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഒരു പരമാധികാര രാജ്യത്തിന് തങ്ങളുടെ മണ്ണിലേക്ക് അയക്കുന്ന വിദേശ പ്രതിനിധികളെ പരിശോധിക്കാനും അംഗീകരിക്കാനും അവകാശമുണ്ട്. അത്തരം സ്വാഭാവിക നടപടിക്രമങ്ങളെ നയതന്ത്ര സമ്മർദ്ദ തന്ത്രമായി അമേരിക്ക മാറ്റുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് റിയോ ഡി ജനീറോ. സ്ഥാനപതിയുടെ വിസ റദ്ദാക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക വിവരവിനിമയ ശൃംഖല പൂർണ്ണമായി തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. നയതന്ത്ര തലത്തിലുള്ള ആശയവിനിമയം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലയ്ക്കുന്നത് ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. സുപ്രധാന സുരക്ഷാ വ്യാപാര കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ഇരു രാജ്യങ്ങളെയും എംബസികളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കാൻ ഇത് കാരണമാകും. വ്യാപാര രംഗത്താണ് ഈ തർക്കം ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയിലേക്ക് വൻതോതിൽ കാർഷിക ഉത്പന്നങ്ങളും ലഹരി രഹിത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ബ്രസീൽ. നയതന്ത്ര പോരിൽ മുറുകിയാൽ ബ്രസീലിയൻ ഉത്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങളോ താരിഫുകളോ ചുമത്താൻ സാധ്യതയുണ്ട്. ഇത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് മേഖലയെ ഒരുപോലെ പ്രതികൂലമായി ബാധിക്കും. ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ബ്രസീലിനെതിരെ അമേരിക്ക ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് മറ്റ് അയൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പാണ്. അമേരിക്കൻ ആധിപത്യത്തിനെതിരെ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന പ്രാദേശിക കൂട്ടായ്മകളെ ഈ സംഭവം കൂടുതൽ ശക്തമാക്കിയിരിക്കാം. വിദേശകാര്യ നയങ്ങളിൽ സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന ലുല ഡി സിൽവയ്ക്ക് മുന്നിൽ വലിയൊരു പരീക്ഷണമാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങിയാൽ അത് ആഭ്യന്തരമായ ലുലയുടെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കും. അതേസമയം തർക്കം നീണ്ടുപോയാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം
നേരിടുക എന്നത് ബ്രൂലയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറും. അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ നയങ്ങളിൽ തങ്ങളുടെ കടുപ്പമേറിയ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവസരമാണ് ഇതിനെ കാണുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്ന ട്രംപിന്റെ ശൈലിയാണ് ഇവിടെ പുറത്ത് വരുന്നത്. എന്നാൽ ഇത് അമേരിക്കയുടെ നയതന്ത്ര വിശ്വസ്തതയെ സംശയത്തിന് നേരിടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളും നയതന്ത്ര വിദഗ്ധരും പ്രശ്ന പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളോടും സമീപനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകളിലൂടെ തർക്കം പരിഹരിച്ചില്ലെങ്കിൽ അത് പശ്ചിമ മാർഗഗോളങ്ങളെ ആകെ സുരക്ഷാ സാമ്പത്തിക അന്തരീക്ഷത്തെ താറുമാറാക്കും. വിസ തർക്കത്തിന് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഈ പ്രകോപനം ദീർഘകാലത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് തടസ്സമായി നിൽക്കും. ലത്തീൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ ആകെ പുനർനിർണയിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സ്വതന്ത്ര വിദേശ നയത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ ബ്രസീൽ